നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയും ചപ്പാത്തിയാണ്. മടക്ക് ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ചപ്പാത്തി ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഗോതമ്പ് പൊടി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വെള്ളവും ഒഴിച്ച് നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കുക. ചപ്പാത്തി നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. കുഴയിലാണ് ചപ്പാത്തിയുടെ ഇതിരിക്കുന്നത്. നന്നായി കുഴച്ചതിന് ശേഷം ഈ രീതിയിൽ കൈവച്ച് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ രീതിയിലാകണം. ഇനി അത് ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മടക്കി ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇത് തന്നെ മടക്കിയിട്ടിട്ട് റൗണ്ടിലും പരത്തിയെടുത്ത് ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലയാണ് റെഡിയാക്കുന്നത്. ഈ ചപ്പാത്തി ഈ രീതിയിൽ ചട്ടി ചൂടാകുമ്പോൾ ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. എല്ലാം ഈ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നന്നായി കഴിയതിന് ശേഷം കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഓരോത്തോടുകൂടി തൊണ്ട് കളയാതെയാണ് നമ്മൾ വേവിക്കണത്. ചൂടനെ തന്നെ ഇപ്പോൾ ഇവിടെ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ചൂടനെ തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് അത് നന്നായി ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കണം. ഈ രീതിയിൽ ഉടച്ചെടുക്കുക. ആ ചൂടനെ തന്നെ ഉടച്ചാൽ നന്നായി ഇതേപോലെ ഉടഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് കറി ശരിയാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോഴേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് വാടിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടിട്ടില്ലല്ലോ, അതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത്തിരി വേപ്പില ചേർത്ത് കൊടുക്കുക. അര ഗ്ലാസോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. കറി ഇപ്പോൾ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. കറി ഇവിടെ റെഡിയായി. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയും ചപ്പാത്തി റെഡിയായി.